എല്ലാ സമ്പാദ്യങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് നിക്ഷേപിക്കുന്നതിലൂടെ നമുക്കും എളുപ്പത്തിൽ ഒരു 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമൊന്നുമില്ല. നമുക്ക് 10,000 ഒന്നുമല്ല, കയ്യിൽ വന്ന് കയറി ഇറങ്ങി പോവുകയും ചെയ്യുന്ന ഇവർക്ക് എന്തായിരിക്കും സംഭവിച്ചത്? ഹലോ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മുന്നത്തെ വീഡിയോയിലെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പറയുന്ന 2 പേരുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? നെഗറ്റീവ് കാര്യങ്ങൾ എന്തിനാണ് ഇപ്പോൾ പറയുന്നതെന്നാണോ? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് എളുപ്പത്തിൽ അട്രാക്ട് ചെയ്യണമെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുവാൻ പാടില്ല, ചിന്തിക്കുവാൻ പാടില്ല എന്ന്. അങ്ങനെയൊന്നുമല്ല, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതും കൂടെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവരാണെന്നൊന്നും ആരും എന്നോട് ചോദിക്കരുത്. എനിക്ക് അങ്ങനെയൊന്നും വീഡിയോയിലൂടെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുകയില്ല. നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നതല്ലേ. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. 2 പേർക്കും ഇപ്പോൾ 60 വയസ്സിന് മേലെ പ്രായമായി. അതായത് ജീവിതത്തിലെ ഒരു നല്ല പ്രായം കഴിഞ്ഞു. ഇവരുടെ നല്ല പ്രായം തുടങ്ങി ഒരു 10-30 വർഷക്കാലത്തോളമായിട്ട് ഇവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുമാണ്. എന്നാൽ ഇവരുടെ കയ്യിൽ ഇപ്പോൾ 10 പൈസ സമ്പാദ്യമില്ല. ഈ കടയിൽ വന്ന് കച്ചവടം ചെയ്തില്ലെങ്കിൽ അവർ പട്ടിണിയാണ്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല, ലോണുകളൊക്കെ അടയ്ക്കാനും ഉണ്ട്. എന്തായിരിക്കും കാരണം? അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരം വെളുക്കുമ്പോൾ 6 മണി മുതൽ ഇവര് കട തുറന്ന കച്ചവടമാണ്, വൈകുന്നേരം വരെ. അത് സാധാരണ ആൾക്കാരൊന്നും ചെയ്യുന്ന കച്ചവടമൊന്നുമല്ല. വഴിയെ പോണവരെ വരെ വിളിച്ചു കയറ്റി ഭയങ്കര കച്ചവടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന അതിനെ പോലെയുള്ള മറ്റുള്ളവർ വിചാരിക്കുന്നത് ഇവരുടെ കയ്യിൽ നല്ല പൈസയുണ്ട്, നല്ല സമ്പാദ്യമുണ്ടെന്ന്. പക്ഷേ ഇവരുടെ കയ്യിൽ പൈസ ഇല്ല. മാത്രമല്ല, ഇവർക്ക് ലോണുണ്ട്. ഇവർക്കുള്ളത് 2 മക്കളാണ്. ഒരു മകൻ, അയാൾ വിവാഹം കഴിഞ്ഞ് വിദേശത്താണ് താമസിക്കുന്നത്. എന്നാൽ ഇവരോട് അത്ര വലിയൊരു സഹകരണത്തിലൊന്നുമല്ല. എന്തെങ്കിലും വിശേഷ അവസരങ്ങൾ, ഓണം, വിഷു, ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് പൈസ അയച്ചു കൊടുക്കുമെന്നല്ലാതെ ഈ അച്ഛനോടും അമ്മയോടും ഈ മകൻ അത്ര വലിയ രമ്യതയിലൊന്നും അല്ല കേട്ടോ. മരുമകൾക്കും അത്ര കാര്യമൊന്നും അല്ല ഇവരെ. പിന്നെ ഉള്ളത് മകളാണ്. മകളെ വിവാഹം കഴിച്ചയച്ചു. അതൊരു പ്രണയ വിവാഹമായിരുന്നു. സ്ത്രീധനം അങ്ങനെയുള്ള ഒരു എന്താ പറയുക, സ്വത്തുക്കള്, സ്വർണമോ സ്വത്തോ പണമോ ഒന്നും ഈ മകൾക്കും ഇവര് കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയൊന്നും ഇവർക്ക് ചെലവായിട്ടില്ല. ആകെ ഇവര് ഭയങ്കര ഒരു ചെലവ് എന്ന് പറയുന്നത് ഈ ഇളയ മകളെ പഠിപ്പിച്ചു. എന്തോ നേഴ്സിംഗോ അങ്ങനെ എന്തോ കാര്യം പഠിപ്പിച്ചു. ഇതിനെ ഇവര് ഭയങ്കര ചെലവെന്ന് പറയുന്നു. എന്നാൽ നേഴ്സിംഗ് പഠിപ്പിച്ചിട്ട് ഈ കുട്ടിയാണെങ്കിൽ ജോലിയൊക്കെ ഒന്നും പോയില്ല. കല്യാണം കഴിച്ച അത് ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു അന്യമതസ്ഥനാണ് വിവാഹം കഴിച്ചു വിട്ടപ്പോൾ അവരവിടെ ജീവിക്കുന്നു. പ്രത്യേകിച്ച് ജോലിയില്ല, വരുമാനമില്ല. ഇവരച്ഛനും അമ്മയും ഈ മകൾക്ക് വേണ്ടി എടുത്ത ഈ വിദ്യാഭ്യാസ ലോൺ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കുറേ പലിശ അടച്ചടച്ച് പോകുന്നതല്ലാതെ ആ ലോൺ കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടിയിട്ടുമില്ല. എല്ലാ ദിവസവും നല്ല രീതിയിൽ കച്ചവടം ചെയ്യും. ഒരു ദിവസം 10,000-ലേറെ രൂപ കയ്യിൽ വന്നിറങ്ങി, 10,000 ഒന്നുമല്ല, കയ്യിൽ വന്ന് കയറി ഇറങ്ങി പോവുകയും ചെയ്യുന്ന ഇവർക്ക് എന്തായിരിക്കും സംഭവിച്ചത്? അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ, നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യുന്നവരാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും അതിനെ ആകർഷിക്കുകയും അത് മാത്രം ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുകയും ചെയ്യുന്നവരാണ്. അതായത് എന്നും കച്ചവടമാണ്. ഒരു ഒഴിച്ചുകൂടാനാവാത്ത മരണം സംഭവിച്ചാൽ പോലും ഇവരെ കട തുറന്ന് കച്ചവടം ചെയ്യും. പക്ഷെ പൈസ എങ്ങോട്ട് പോകുന്നു? അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഇവർക്കൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ല. കാരണം ഇവർ വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്നത് തന്നെ വളരെ കുറവാണ്. ഒന്നാമത്തെ ഇവർക്ക് ഇച്ചിരി പ്രായമായി, ഇവർക്ക് കച്ചവടം ചെയ്യണം എന്നുള്ളൊരു മനസ്സ് മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഇനിയിപ്പം എന്താ പറയുക, വേറെ വീട്ടിലാരും നോക്കാനൊന്നുമില്ല. മകൻ വിവാഹം കഴിഞ്ഞ് വിദേശത്താണ്, മകൾ വിവാഹം കഴിഞ്ഞ് പോയി. വീട്ടിൽ അവരുടെ മക്കൾ, കൊച്ചുമക്കൾ ആരും ഒന്നുമില്ല. അപ്പോൾ ഇവർക്ക് രാവിലെ നേരം എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ചിന്ത എന്താണ്? നേരെ വന്ന് കച്ചവടം ചെയ്യുക. അങ്ങനെ ഇവർ കച്ചവടത്തിന് പോലും. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണമെന്നൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ 2 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ഊണ്, വൈകുന്നേരത്തെ ഫുഡ്. പോരാത്തതിന് അദ്ദേഹം ഈ ഭർത്താവ് ഇത്തിരി മദ്യപിക്കും, പിന്നെ സിഗരറ്റ് വലിക്കും, നല്ല വില കൂടിയ സിഗരറ്റ് വലിക്കും. പിന്നെ ആ ഭർത്താവിന് ഈ ഭാര്യയ്ക്കും കൂടെ ഒരു ദിവസം 3-4 വട്ടം വെറുതെ ചായ വാങ്ങിച്ചു കുടിക്കണം. കുപ്പി വെള്ളം, വീട്ടിൽ നിന്ന് കുടിക്കുവാനുള്ള വെള്ളം പോലും ഇവര് ഈ കടയിലേക്ക് കൊണ്ടുവരില്ല. കുപ്പി വെള്ളം കുടിക്കണം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ഇവർക്ക് തന്നെ ഒരു ചെലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണല്ലേ? രാവിലെ 2 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്
100 രൂപ കൂട്ടാം. രണ്ടുപേർക്കുള്ള 2 നേരത്തെ പിന്നത്തെ ഭക്ഷണം, ഉച്ചക്കത്തെ ഫുഡ്, രാത്രിയിലത്തെ ഫുഡ്, അതിനും കൂടി എങ്ങനെയായാലും ഒരു 300 രൂപ വരും. 300, 400. പിന്നെ ഈ സിഗരറ്റ് വലിക്കുന്നത്, ചായ കുടിക്കുന്നത്, കുപ്പിവെള്ളം മേടിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഒരു 800 രൂപ ഉണ്ടെങ്കിലാണ് ഒരു ദിവസം ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 800 രൂപ കിട്ടണമെങ്കിൽ എത്ര രൂപയുടെ കച്ചവടം നടക്കണം? എൻ്റെ കണക്കില് ഒരു 4000, 5000 രൂപയുടെ കച്ചവടം നടന്നാലാണ് കേട്ടോ, 5000 രൂപയുടെയെങ്കിലും കച്ചവടം നടന്നാലാണ് 800 രൂപ ഇവർക്ക് കിട്ടുകയുള്ളൂ. മാത്രമല്ല ഇവർക്ക് സ്വന്തമായിട്ട് വാഹനമില്ല. ഈ ഭർത്താവിനും ഈ ഭാര്യയ്ക്കും കൂടെ പോകാനായിട്ട് ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വാഹനം ഇവർക്കില്ലാത്തത് കൊണ്ട് ഇവർ 2, 3, 4 പ്രാവശ്യം ഒക്കെ എങ്ങോട്ടെങ്കിലൊക്കെ പോകാനായിട്ട് ഓട്ടോറിക്ഷ വിളിക്കും. അപ്പോൾ അവർക്ക് ആ രീതിയിൽ തന്നെ ഒരു ദിവസം 200 രൂപ ചെലവുണ്ട്. അപ്പൊ ഇവർക്കൊരു 1000 രൂപ അധിക ചെലവാണ്, ഒരു ദിവസം 1000 രൂപ ചെലവാണ്. നല്ല കച്ചവടം ഉണ്ടായിട്ട് ഇവരുടെ കയ്യിൽ പൈസ നിലനിൽക്കാത്തതിന്റെ ഒന്നാമത്തെ കാരണം ഞാൻ കണ്ടുപിടിച്ച കാരണമാണ് കേട്ടോ. ഇവർക്ക് വീട്ടില് ഭക്ഷണം ഒന്നും പാകം ചെയ്യാത്തത് കൊണ്ട് ഹോട്ടൽ ഫുഡിനെ ആശ്രയിക്കേണ്ടി വരുന്നത് കൊണ്ട് ഒരുപാട് പൈസ ചെലവാകുന്നു. പിന്നെ ദുശീലങ്ങൾ, ഒരുപാട് ചായ വാങ്ങി കുടിക്കുക, പിന്നെ അതുപോലെ ഈ സിഗരറ്റ് വലിക്കുക, ഇങ്ങനെയുള്ള ദുശീലങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂടെ ചെലവുകൾ ഒന്നിച്ചാണ് കേട്ടോ പറയുന്നത്. ആ വഴിയും പൈസ ചെലവാകുന്നുണ്ട്. ദുശീലങ്ങൾ, ഹോട്ടൽ ഫുഡ്, ഇതുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ദിവസം 1000-ഓളം രൂപ ഇവരിൽ നിന്ന് പോകുന്നുണ്ട്. രണ്ടാമത്തെ ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരിക്കലും സേവിങ്സ് ഇഷ്ടമല്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മുടെയൊക്കെ കടയിൽ ഡെയിലി വന്നിട്ട് സേവിങ്സ് കളക്ട് ചെയ്തോണ്ടു, പൈസ കളക്ട് ചെയ്തോണ്ടു സൊസൈറ്റിയിലൊക്കെ. അങ്ങനെയുള്ളതൊന്നും ഇവർ കൂടൂല. ഇവർ ചെയ്യുന്നതെന്ന് ഇവർക്ക് കുറേശ്ശെ പൈസ കൊടുത്ത് അത് ഒരു എമൗണ്ട് ആകുമ്പോൾ എടുക്കുന്ന കാര്യത്തോട് ഇവർക്ക് ഭയങ്കര വിയോജിപ്പാണ്. ഇവർക്ക് താല്പര്യമില്ല. ഇവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇപ്പൊ മുത്തൂറ്റിൽ നിന്നൊക്കെ ബിസിനസ് ലോൺ കിട്ടും, അതുപോലെ ഈ ഇസാഫ് അങ്ങനെയുള്ള ഒരു സംഘങ്ങളൊക്കെ ഉണ്ട്. ആദ്യമേ പൈസ തരും, 50,000 രൂപ 25,000 രൂപയൊക്കെ തരും, എന്നിട്ട് പിന്നെ ഒരാഴ്ച അടച്ചാൽ മതി. അങ്ങനെയാണ് ഇവർക്ക് ഇഷ്ടം. ആദ്യം മറ്റുള്ളവരുടെ കയ്യിലെ പൈസ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ പിന്നെ കൊടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ഇവർക്ക്. കുറേശ്ശെ പൈസ ഇട്ടിട്ട് അതൊരു വലിയ തുകയായിട്ട് എടുക്കണം എന്നുള്ളൊരു മൈൻഡില്ല. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു ഓണ ഫണ്ടോ ഒരു ചിട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ റെക്കറിംഗ് ഡിപ്പോസിറ്റുകളോ ഒന്നും ഇവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള സമ്പാദിക്കണം എന്നുള്ള കാര്യം അറിയില്ല. എങ്ങനെ സമ്പാദിക്കണം, പൈസ സമ്പാദിക്കണം എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല. ഇവർക്ക് കിട്ടുന്നത് ഇവർ ആദ്യം ചെലവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സമ്പാദിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് വരുന്ന ആവശ്യങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇസാഫ്, ഈ മുത്തൂറ്റിൽ നിന്നൊക്കെ ലോൺ എടുക്കും. അപ്പോൾ അത് തിരിച്ചടയ്ക്കുമ്പോൾ ഇപ്പൊ 30,000 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 38,000 രൂപയെങ്കിലും തിരിച്ചടയ്ക്കണ്ടേ? കുറച്ച് മാസങ്ങൾ കൊണ്ട് ഒരു 40,000 രൂപയിൽ അടയ്ക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ കൃത്യമായി എന്തായാലും ഒരു 18-20% ഇൻട്രസ്റ്റ് അവർ മേടിക്കുമല്ലോ, 14 മേലെ ഉണ്ടാവും ഇൻട്രസ്റ്റ്. അപ്പൊ അങ്ങനെ പലിശകൾ ഒരുപാട് ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കഥയിൽ ചോദ്യമല്ല, ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നൊന്നും ചോദിക്കരുത്. എന്നെ വിശ്വസിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും. മൂന്നാമത്തെ ഇവരുടെ ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ഈശ്വരവിശ്വാസികളൊക്കെയാണ് കേട്ടോ. പുറമേ ഒരാളെ നോക്കുമ്പോൾ ഭയങ്കര ഈശ്വരവിശ്വാസികളാണ്. പുള്ളിക്കാരി എല്ലാ ദിവസവും സെറ്റ് മുണ്ട് കൊടുത്തൊക്കെയാണ് വരുന്നത്. രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് പുള്ളിക്കാരി വരും. ആദ്യം ഭർത്താവ് വന്ന് കട തുറക്കും. പുള്ളിക്കാരി ഭയങ്കര ദൈവവിശ്വാസിയാണ്. കുളിച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് എല്ലാ ദിവസവും അവർക്ക് ഇതില്ല, മെൻസസ് ഒക്കെ നിന്നൊരു സ്ത്രീയാണല്ലോ. അപ്പൊ എല്ലാ ദിവസവും അമ്പലത്തിൽ പോവും. ഇനിയിപ്പം ഈ ശബരിമലക്കാലമൊക്കെ വരുമ്പോൾ അത് മാലയിടും. പോവില്ല, ശബരിമലയിൽ പോവില്ല കേട്ടോ. അന്നത്തെ ദിവസം കച്ചവടം പോകത്തില്ല, അന്നത്തെ ദിവസം പോവില്ല. അപ്പൊ ഇതെല്ലാം എല്ലാ ദിവസവും സെറ്റ് സാരിയും കൊടുത്തായിട്ടാണ് ഇവര് വരുന്നത്. അപ്പൊ ഇവര് പ്രാർത്ഥിക്കും. അപ്പൊ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാവരും രാവിലെ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കും. ഇവര് രാവിലെ മാത്രമല്ല, ഉച്ചയ്ക്കും വൈകുന്നേരം ഇവർക്ക് എപ്പോൾ തോന്നുന്നു അപ്പോഴല്ലേ ഇവര് പ്രാർത്ഥിക്കും, ചന്ദ്രത്തിരിയൊക്കെ കൊടുത്തു. അപ്പൊ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇച്ചിരി കച്ചവടം കുറവാണെങ്കിൽ, ആൾക്കാർ അവർ ഉദ്ദേശിച്ച പോലെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവര് വേഗം പോയി ചന്ദ്രത്തിരി കത്തിച്ചൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അവിടെ ഇരുന്നുകൊണ്ട് നാമം ജപിക്കും. അപ്പൊ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നാമം ജപിക്കുമ്പോൾ തന്നെ 10 നാമം ജപിക്കുന്നതിന്റെ കൂടെ ഒരു നെഗറ്റീവ് ഡയലോഗും കൂടെ അവര് പറയും. ഇന്നാരും വരുന്നില്ല എന്നാ തോന്നുന്നത്. ഒന്നൊരു വൃത്തികെട്ട ദിവസമാണ്, ഇതെന്തൊരു സ്ഥലമാണോ എന്തോ, ചീത്ത സ്ഥലം, ഒരു തെറിയും കൂടെ പറയും. ഒരു ഡാഷ് പിടിച്ച സ്ഥലമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വൃത്തികെട്ട വാക്കാണ് എനിക്കൂടെ പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും പറയും, നാമം ഒരു വഴിക്ക് ജപിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മളിലേക്ക് ഫീഡ് ചെയ്യുന്നത്, ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ. നമ്മളൊരു കട തുറന്ന് അല്ലെങ്കിൽ കടയിൽ തുറന്ന് കുറച്ച് നേരം കഴിഞ്ഞാലും വൈകുന്നേരം ആയാലും ഉച്ചയ്ക്കായാലും നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കുക. ഇവർ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു നാമം ജപിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നെഗറ്റീവ് കാര്യങ്ങളൂടെ പറയും. അതുകൊണ്ടാണ് ഇവരിലേക്ക് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം വരുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക്
ചെലവ് കൂടുതലാണ്. അത് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാത്തവർക്കെല്ലാം, ഹോട്ടൽ ഫുഡിനെ ആശ്രയിക്കുന്നവർക്കെല്ലാം ചെലവ് കയ്യിൽ നിൽക്കില്ല. ഈ എക്സ്പെൻസ് കയ്യിൽ നിൽക്കത്തില്ല, അതുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. ഡെയിലി നല്ല കച്ചവടം ഉണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള ഒരു ഭാവി കാര്യങ്ങൾ ഇവർ ചിന്തിക്കുന്നില്ല. ഇവർക്ക് ഇപ്പൊ 60 വയസ്സായി, ഇവരുടെ വിചാരം ഇവർ പഴയ ഇത്രയും നാളെ ജീവിച്ചിരിക്കുന്നത് പോലെ, ഒരു അസുഖങ്ങളും ഇല്ലാത്തതുപോലെ ഇനിയും മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് നാളെ വയ്യാതായാലും എന്തെങ്കിലും സേവിങ്സ് വേണമെന്ന് ഇവർ ചിന്തിക്കുന്നത്. അല്ലാതെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടാ ഞാനെങ്ങാനും പെട്ടെന്ന് ചത്തുപോയി കഴിഞ്ഞാൽ അത് വേറെ ആർക്കെങ്കിലും കിട്ടുമല്ലോ. പ്രത്യേകിച്ച് 2 മക്കളോടും അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. അവര് മക്കളുണ്ടായിപ്പോയി ഇങ്ങനെ കല്യാണം കഴിച്ച് വിടേണ്ടി വന്നു എന്നുള്ളതല്ലാതെ. അത് മാത്രമല്ല, കുറേ പ്രാവശ്യമെങ്കിലും ഇവര് പ്രാഗുകയും ചെയ്യും. ഈ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അടച്ചില്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ വരെ വരുമല്ലേ. അപ്പൊ നമ്മളിവിടെ സ്വന്തമായിട്ടൊരു കച്ചവട സ്ഥാപനം നടത്തുകയാണെങ്കിൽ നമ്മളെ ഇവിടെ വന്നാൽ കാണാമെന്ന് ബാങ്കിലുള്ളവർക്ക് അറിയാവുന്നതുകൊണ്ട് അവരിവിടെ വരും. അങ്ങനെ വന്ന് ഈ ലോൺ അടയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ട് പോയാൽ ഉടനെ തന്നെ ഈ മകളെയാണ് പ്രാകുന്നത്. അപ്പൊ ഇവരുടെ ഈ ഇത് ആ മകൾക്കും കൂടെ നെഗറ്റീവ് അടിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപെട്ടവൾക്ക് വേണ്ടി ഞാനെടുത്ത് കൊടുത്ത ലോണാണല്ലോ, അവള് കാരണമാണല്ലോ എനിക്ക് ലോൺ എടുക്കേണ്ടി വന്നത്, അവൾ ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് പ്രാകുന്നത്. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ലോൺ അടച്ച് തീർക്കുകയും ചെയ്യാം, സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ഒരിക്കലും ഇവർക്കൊരു സന്തോഷമില്ല. കാരണം എന്നും പൈസ ഇല്ല എന്നാ പറയുന്നത്. ഇവരുടെ കച്ചവട കാര്യങ്ങൾക്കും ഉണ്ട് കേട്ടോ പ്രത്യേകതകള്. ഇവരുടെ കടയിൽ വന്നേ ആരെങ്കിലും കുറച്ച് പൈസയ്ക്ക് സാധനങ്ങൾ ചോദിച്ചാൽ ഇവർ നിറഞ്ഞ മനസ്സോടെ കൊടുക്കില്ല. അവരെ പ്രാഗി നിറഞ്ഞ് ശപിച്ചു കൊടുത്തെങ്കിൽ അങ്ങനെ കൊടുക്കുള്ളൂ, ഇല്ലെങ്കിൽ അവരെ ഓടിച്ചോളൂ. ഇവിടെ അത്ര രൂപയ്ക്ക് സാധനം ഇല്ലെന്ന് പറഞ്ഞ് ഓടിച്ചോളൂ. പിന്നെ അതുപോലെ ആരെങ്കിലും 50 രൂപയുടെ സാധനം മേടിക്കാൻ വരുവാണെങ്കിൽ അവരുടെ ഒരു 500 നോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇവർ ആ 500 രൂപയുടെ സാധനം മേടിപ്പിക്കാൻ ശ്രമിക്കും, പരമാവധി ശ്രമിക്കും. ആ വന്നവൻ ഇവരെ മനസ്സിൽ പ്രാഗി ഒരു 150-200 സാധനമെങ്കിലും മേടിപ്പിച്ചിട്ടേ ഇവര് വിടും. അങ്ങനെ മേടിച്ചില്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമല്ല, അവരെ ചീത്ത വാക്കുകൾ പറയും. ഈ പൈസ മറ്റൊരാളിൽ നിന്ന് വാങ്ങുമ്പോഴേ കച്ചവടമാണെങ്കിൽ പോലും അവരുടെ മനസ്സ് മുഷിപ്പിക്കാതെ ആ പൈസ വാങ്ങിച്ചെടുക്കുക എന്നുള്ളതും കൂടെ ഒരു തന്ത്രമാണ് കേട്ടോ. അത് ഇവർക്ക് അറിയില്ല. കൃത്യമായ സാമ്പത്തിക ആസൂത്രണമില്ല. സമ്പാദ്യത്തിൽ എങ്ങനെ കൃത്യമായിട്ടൊരു സമ്പാദ്യം തുടർന്നുകൊണ്ട് പോകണം എന്നൊന്നും അവർക്ക് അറിയില്ല. അതിന്റെ കാര്യങ്ങൾ, പിന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല കാര്യങ്ങൾ അവരിലേക്ക് ആകർഷിക്കപ്പെടില്ല. എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവരിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എത്ര പോലും ആകർഷിക്കില്ല. എന്നാൽ അവര് നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കച്ചവടം നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എത്ര നല്ല രീതിയിൽ പണം ഉണ്ടാക്കുന്നു എന്നതിൽ കാര്യമില്ല. നമ്മൾ ആ ഉണ്ടാക്കുന്ന പണത്തിൽ നിന്ന് മെച്ചം പിടിച്ചിട്ട്, അല്ലെങ്കിൽ ആ ലാഭത്തിൽ നിന്നല്ല മെച്ചം പിടിച്ചിട്ട് എങ്ങനെ അത് സമ്പാദ്യത്തിലേക്ക് മാറ്റുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന പണത്തിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ കച്ചവടം നടത്തിയോ അല്ലെങ്കിൽ ജോലി ചെയ്തോ ഒരുപാട് പണം നമ്മളിലേക്ക് വന്നിട്ട് യാതൊരു കാര്യമില്ല. അതായത് വരുമാനം വർദ്ധിച്ചിട്ട് കാര്യമില്ല. കൂടുതൽ വരുമാനം ഉണ്ടോ എന്നതിനെ ആശ്രയിച്ചിട്ടല്ല കൂടുതൽ സമ്പാദ്യം ഉണ്ടാകുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും നമ്മൾ ഫോളോ ചെയ്യരുത്. നമ്മൾ നല്ല സന്തോഷത്തോടെ എല്ലാവർക്കും പൈസ കൊടുക്കുക, മറ്റുള്ളവരിൽ നിന്ന് സന്തോഷത്തോടെ വാങ്ങുവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക, നല്ല സ്വഭാവത്തോടുകൂടി ജീവിക്കുക. കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെ നല്ല സമ്പാദ്യങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് നിക്ഷേപിക്കുന്നതിലൂടെ നമുക്കും എളുപ്പത്തിൽ ഒരു 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. നമുക്കതൊരു സേവിങ്സ് ആക്കി മാറ്റാം. നന്നായിട്ടൊരു സ്ഥിര നിക്ഷേപമായിട്ടൊരു 5 ലക്ഷം രൂപയൊക്കെ ഒരു 2-3 വർഷം കൊണ്ടൊക്കെ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.